Hi students, welcome to the class of Corporate Regulations and Administration. Today we are going to discuss about classification of companies. First, we are discussing about classification of companies on the basis of incorporation. കമ്പനീസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഓർ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓർ സൈസ് ഓഫ് ദ കമ്പനി. ഇങ്ങനെ പല ബേസിസിൽ കമ്പനീസിനെ ഡിഫറെൻറ്റ് വേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഈ ഒരു സ്ലൈഡിൽ ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ ഫസ്റ്റ് 3 ക്ലാസിഫിക്കേഷൻസിനെ പറ്റിയാണ്, ഫസ്റ്റ് 3 ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഏത് രീതിയിലാണോ കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ കമ്പനീസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. On the basis of incorporation, companies are classified into 3. First one, statutory companies. Second one, registered companies. And last one, chartered companies. Statutory companies, registered companies and chartered companies എന്ന 3 വേയിൽ on the basis of incorporation കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് statutory companies. A company may be incorporated by means of a special act of the parliament or the state legislation. സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെയോ അല്ലെങ്കിൽ പാർലമെൻറ്റിലൊരു സ്പെഷ്യൽ ആക്ട് പാസ്സാക്കി ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ RBI ഓർ LIC ഓർ UTI. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934 RBI ആക്ട് അനുസരിച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. സോ RBI ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കി RBI ആക്ട് ഇൻ ദ ഇയർ 1934. അപ്പോൾ RBI ആക്ട് 1934 അനുസരിച്ച് ഫങ്ഷൻ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ് RBI എന്ന് പറയാം. അതേപോലെ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1956 LIC ആക്ട് പാസ്സാക്കിയത്. LIC ആക്ട് അനുസരിച്ചാണ് LIC എന്ന് പറയുന്ന കോർപ്പറേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTIക്കും സെപ്പറേറ്റ് ആക്ട് 1963 UTI ആക്ടിൻ്റെ ബേസിലാണ് UTI എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറഞ്ഞാൽ എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് എ സ്പെഷ്യൽ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെയോ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു സ്പെഷ്യൽ ആക്ട് പാസ്സാക്കുന്നതിൻ്റെയോ പാർട്ടായിട്ട് ഇൻകോർപ്പറേഷൻ നടത്തി കമ്പനി ഫോം ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന കമ്പനീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. സോ സച്ച് കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ദ ആക്ട്സ് ക്രിയേറ്റിംഗ് ദം. അപ്പോൾ ഏത് ആക്ടിലൂടെയാണോ ആ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആ റെസ്പെക്റ്റീവ് ആക്റ്റാണ് ആ ഒരു കമ്പനിയെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്നത്. RBIയുടെ കേസിൽ RBI ആക്ട് അനുസരിച്ചാണ് RBI ഫങ്ഷൻ ചെയ്യുന്നത്. LICയുടെ കേസിൽ LIC ആക്ട് 1956. അങ്ങനെ ഓരോ കമ്പനീസിനും അത് ഫോം ചെയ്തത് ഒരു സ്പെഷ്യൽ ആക്ടിൻ്റെ ബേസിലാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് മീൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, രജിസ്റ്റേർഡ് കമ്പനീസ്. Registered companies are the companies which are registered and formed under the Companies Act 2013 or under any earlier Companies Act. അതായത് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 മുന്നേ ഉള്ള ഏതെങ്കിലും എനി പ്രീവിയസ് കമ്പനി ലോസ് അനുസരിച്ചോ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോം ചെയ്തിരിക്കുന്ന കമ്പനീസാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. രജിസ്റ്റേർഡ് എന്ന് തന്നെയാണ് ആ ടൈമിൽ പറയുന്നത്. ആസ് ദ നെയിം ഇംപ്ലൈസ് ദാറ്റ് registered companies means the companies which are registered under the Companies Act. അപ്പോൾ പ്രസൻറ്റ് കമ്പനീസ് ആക്ട് 2013 ആണ്. അതനുസരിച്ചാകാം ഓർ എനി പ്രീവിയസ് കമ്പനി ലോസ് അനുസരിച്ച് ആക്ട് അനുസരിച്ച് ഫോം ചെയ്ത കമ്പനീസിനെയാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത് 3 രീതിയിലാകാം. എ രജിസ്റ്റേർഡ് കമ്പനി മേ ബി എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഓർ ആൻ അൺലിമിറ്റഡ് കമ്പനി. അപ്പം രജിസ്റ്റേർഡ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ഫോം ചെയ്യുന്ന കമ്പനി ഇതിലേതെങ്കിലും ഒരു കമ്പനി ആകാം. ലിമിറ്റഡ് ബൈ ഷെയർസ് ആകാം, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകാം, ഓർ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന ഒരു ഫോമിലും ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അതെന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് വൺ,
chartered companies. These are companies which are created by the grant of royal charters by the crown. അതായത് ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ കിങ് ക്വീനിൻ്റെ ഒക്കെ ഒരു ചാർട്ടർ മീൻസ് ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെ തന്നെ. അന്നത്തെ കാലത്ത് പണ്ടൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കാലത്ത് കിങ് അല്ലെങ്കിൽ ക്വീന് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഇൻകോർപ്പറേഷന് വേണ്ടി, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ചാർട്ടർ എന്ന് പറയുന്നത്. സോ റോയൽ ചാർട്ടറിൻ്റെ ബേസിലാണ് കമ്പനി ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കമ്പനീസും ഇപ്പോൾ ഇങ്ങനെ ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലില്ല, വേറെ ഏതെങ്കിലും ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദ കമ്പനീസ് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ ദ ഗ്രാൻഡ് ഓഫ് റോയൽ ചാർട്ടേഴ്സ് ബൈ ദ ക്രൗൺ ഈസ് നോൺ ആസ് ചാർട്ടേഡ് കമ്പനീസ്. എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാവും, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഇങ്ങനെയുള്ള കമ്പനീസൊക്കെയാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കാലത്ത് റോയൽ ചാർട്ടറിൻ്റെ ബേസിലൊക്കെ ഫോം ചെയ്ത് ഫങ്ഷൻ ചെയ്തിരുന്ന കമ്പനീസ്. So these are the three classification of companies on the basis of incorporation. They are statutory companies, registered companies and chartered companies. Next classification of companies is based on liability. Classification of companies on the basis of liability. On the basis of liability, a company may be classified into two. Mainly companies with limited liability and companies with unlimited liability. Companies with limited liability can be again classified into two: companies limited by shares or companies limited by guarantee. So on the basis of liability, കമ്പനീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ടും ലിമിറ്റഡ് ലയബിലിറ്റിയുടെ ബേസിലുള്ള കമ്പനീസെന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനീസെന്നും. ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനി തന്നെ രണ്ട് രീതിയിലാകാം ലയബിലിറ്റി ലിമിറ്റഡ് ആവുന്നത്. ലയബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർസ് ആകാം, കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റിയും ആകാം. അപ്പോൾ ടോട്ടൽ 3 ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ ആണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. In a company limited by shares, the liability of the members is limited to the amount, if any, unpaid on the shares. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലിമിറ്റഡ് ബൈ ഷെയർസിലുള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ടു ദ എമൗണ്ട്, എത്ര എമൗണ്ടിന് ലിമിറ്റഡ് ആണ്? ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ്. അവിടെ മാക്സിമം അവരുടെ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ആണ് അവർക്ക് മാക്സിമം ഉണ്ടാകാൻ പോകുന്ന ലയബിലിറ്റി. ആ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസിൽ അവർ കുറച്ച് എമൗണ്ട് ഓൾറെഡി കോൾ ചെയ്യുന്ന ടൈമിൽ പേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അൺപെയ്ഡ് വാല്യൂ ആയിട്ട് ആ ഷെയറിൽ എത്ര എമൗണ്ട് കൂടെ ഇനി പേ ചെയ്യാനുണ്ടോ ആ ഒരു എമൗണ്ടിനെയാണ് മാക്സിമം അവർക്കുണ്ടാകുന്ന ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻ ദ കമ്പനി. നമ്മൾ ഓൾറെഡി പല എക്സാമ്പിൾസും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 100 രൂപയുടെ ഷെയറാണ് ഒരു ഷെയർ ഹോൾഡർ ഹോൾഡ് ചെയ്യുന്നത്. അതിലൊരു 75 റുപ്പീസും കോൾ ചെയ്തു. അങ്ങനെ കമ്പനി കോൾ ചെയ്ത ടൈമിൽ തന്നെ ഷെയർ ഹോൾഡർ 75 രൂപയും പേ ചെയ്തു. ഇനി കമ്പനി ബാക്കി കോൾ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ മാക്സിമം ആ ഒരു 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിൽ പേ ചെയ്യാനുള്ളത് ബാക്കി റിമൈനിങ് 25 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ഷെയറിന് ആ ഒരു ഷെയർ ഹോൾഡറിനുണ്ടാകുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത് 25 രൂപയും കൂടി പേ ചെയ്യാനുള്ളൂ. സോ ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് 25 റുപ്പീസ്. ദാറ്റ് ഈസ് ദ അൺപെയ്ഡ് വാല്യൂ ഓൺ ദ ഷെയർസ്. ആ ഷെയറിൻ്റെ അൺപെയ്ഡ് വാല്യൂ ആയിട്ട് ഇനി ബാക്കിയുള്ളത് 25 രൂപയാണ്. അത് ഏത് ടൈമിൽ കോൾ ചെയ്യാം? മേ ബി കമ്പനി കമ്പനിയുടെ ആ ഒരു വർക്കിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ലൈഫ് ഓഫ് ദ കമ്പനി എപ്പോഴാണ് ഡ്യൂറിങ് ദ വർക്കിങ്ങിൽ തന്നെ അത് കോൾ ചെയ്യാം. ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിലും കമ്പനി അത് കോൾ ചെയ്തെന്നിരിക്കാം. ഏതെങ്കിലും ഒരു ടൈമിൽ കമ്പനി അത് കോൾ ചെയ്യും. കോൾ ചെയ്യുന്ന ടൈമിൽ മാക്സിമം ഒരു ഷെയർ ഹോൾഡർ പേ ചെയ്യേണ്ടി വരുന്നത് അൺപെയ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർസ് എത്രയാണോ അത്രയുമാണ്. സോ the liability of the members is limited. അങ്ങനെയുള്ള കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്ന കമ്പനി മേ ബി എയ്തർ പ്രൈവറ്റ് കമ്പനീസും ആകാം ഓർ പബ്ലിക് കമ്പനീസ്. ദ കമ്പനീസ് മേ ബി എയ്തർ പ്രൈവറ്റ് കമ്പനീസ് ഓർ പബ്ലിക് കമ്പനീസ്. നെക്സ്റ്റ് വൺ, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. Companies limited by guarantee means the shareholders guarantee to pay a specific amount at the time of winding up of the company. അപ്പോൾ ഓൾറെഡി കമ്പനി ഫോം ചെയ്യുന്ന ടൈമിൽ തന്നെ കമ്പനിയുടെ മെമ്മോറണ്ടം അസോസിയേഷനിലൊക്കെ ഒരു എഗ്രിമെൻറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും എത്ര എമൗണ്ട് ആണ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ ഓരോ ഷെയർ ഹോൾഡേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്, എത്ര എമൗണ്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് ഓൾറെഡി ഗ്യാരണ്ടി ചെയ്തിരിക്കും.
ഓരോ ഷെയർ ഹോൾഡേഴ്സും എത്ര എമൗണ്ട് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഓൾറെഡി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ടൈപ്പ് കമ്പനീസാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പോൾ മാക്സിമം ഒരു മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ആ ഒരു എഗ്രിമെൻറ്റിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും എമൗണ്ടാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ദ ലയബിലിറ്റി എന്ന് പറയുന്നത് അവിടെയും ലിമിറ്റഡ് ആണ്. എത്ര എമൗണ്ട് അവിടെ സ്പെസിഫൈ ചെയ്യുന്നു അത്രയും എമൗണ്ട് അവർ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഇങ്ങനെ മെയിനായിട്ടും കമ്പനീസ് ഒരു പ്രോഫിറ്റിന് വേണ്ടി ആയിരിക്കില്ല ഇങ്ങനെ കമ്പനീസ് ഈ ഒരു ടൈപ്പ് കമ്പനീസ് ഫോം ചെയ്യുന്നത്. മെയിൻലി ടു പ്രൊമോട്ട് ദ ആർട്ട്, സയൻസ്, കൾച്ചർ, ചാരിറ്റി, സ്പോർട്സ്, കൊമേഴ്സ് ആൻഡ് സം അതർ സിമിലർ പർപ്പസിന് വേണ്ടിയൊക്കെ ഫോം ചെയ്യുന്ന കമ്പനീസ് ആകും കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഫോമിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് തന്നെ മേ ഓർ മേ നോട്ട് ഹാവ് ഷെയർ ക്യാപിറ്റൽ. അങ്ങനെയുള്ള കമ്പനീസിന് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനീസാകാം, അല്ലാത്ത ഫോം ചെയ്യുന്ന കമ്പനീസും ചാരിറ്റി പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് ആർട്സും കൾച്ചറും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഫോം ചെയ്യുന്ന കമ്പനീസാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കമ്പനീസിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ, കമ്പനീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനീസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അവിടുത്തെ മെമ്പേഴ്സിൻ്റെ അല്ലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. കമ്പനി നോട്ട് ഹാവിങ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ടേംഡ് ആസ് അൺലിമിറ്റഡ് കമ്പനി. അപ്പോൾ അൺലിമിറ്റഡ് കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ലിമിറ്റില്ല, അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റുകൾ പോലും അണ്ടർ റിസ്കിലാണ്. അഥവാ കമ്പനിക്ക് കൂടുതൽ ലോസ് ഉണ്ടായി, കൂടുതൽ നെഗറ്റീവായിട്ടുള്ള അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ആ ഒരു ലോസ് റിക്കവർ ചെയ്യുന്നത് ചിലപ്പം കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ് റിയലൈസ് ചെയ്ത് വിറ്റിട്ടായിരിക്കും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ പേഴ്സണൽ അസറ്റ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ അണ്ടർ റിസ്ക് വെൻ ദ ഡെറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻക്രീസസ്. കമ്പനിയുടെ ഡെറ്റ് ലോസൊക്കെ ഇൻക്രീസ് ചെയ്താൽ ഇങ്ങനെയുള്ള കേസിൽ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും? ഷെയർ ഹോൾഡേഴ്സ് അല്ലെ അവിടുത്തെ മെമ്പേഴ്സ് അവരുടെ പേഴ്സണൽ അസറ്റിൽ നിന്നെടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ് എന്ന് പറയാൻ റീസൺ അതാണ്. Okay students, now we are discussed about classification of companies on the basis of liability. On the basis of liability, companies are classified into 3: companies limited by shares, companies limited by guarantee, and companies with unlimited liability. Next, classification of companies on the basis of number of members. On the basis of number of members of a company. ഒരു കമ്പനിയിലെ മെമ്പേഴ്സ് എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് അവിടെ ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ ബേസിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. മെയിനായിട്ടും 3 വേസിൽ ക്ലാസിഫൈ ചെയ്യുന്നു കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച്: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് 1 person കമ്പനി. ഏർലിയർ അല്ലെങ്കിൽ പ്രീവിയസ് കമ്പനി ലോസ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മെയിൻലി 2 കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ: പ്രൈവറ്റ് കമ്പനീസ് ആൻഡ് പബ്ലിക് കമ്പനീസ്. പ്രൈവറ്റ് കമ്പനി എന്നും പബ്ലിക് കമ്പനി എന്നും പറയുന്ന ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഏർലിയർ ലോസ് അനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ന്യൂ കോൺസെപ്റ്റാണ് 1 person കമ്പനി, OPC എന്ന് പറയുന്നത്. സോ അതും ഒരു നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദർ ആർ 3 കമ്പനീസ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിൽ കമ്പനീസിനെ 3 വേയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് കമ്പനി. സോ പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്: എ കമ്പനി ഹാവിങ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്. അതായത് കമ്പനീസിൽ ആക്റ്റിൽ എന്താണോ പറയുന്നത്, ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ലോസ് ഓർ ആക്റ്റിൽ എന്താണോ കമ്പനീസ് മിനിമം നമ്പറായിട്ട് പറയുന്നത് ആ നിയമം അനുസരിച്ച് ഫോം ചെയ്യുന്ന കമ്പനീസാണ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനീസാണ് പ്രൈവറ്റ് കമ്പനി എന്നാണ് പറയുന്നത്. വീണ്ടും ആക്റ്റിൽ അത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എത്രയാണ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആവശ്യമുള്ളതെന്ന്. 1 lakh rupees ആണ് മിനിമം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. സോ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: എ കമ്പനി ഹാവിങ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 1 lakh rupees ആൻഡ് ഇറ്റ് ഈസ് വൺ വിച്ച് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. ഇനി പ്രൈവറ്റ് കമ്പനീസിന്
ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് കൂടെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 1 lakh rupees ആവശ്യമാണ്. അതേപോലെ ബാക്കി പോയിൻറ്റ്സ്, ബാക്കി കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അബ്സല്യൂട്ട് ഫ്രീഡം ഷെയർ ഹോൾഡേഴ്സിന് അല്ലെ മെമ്പേഴ്സിനില്ല. ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല ഷെയർസ് എന്ന് പറയുന്നത്. ഇറ്റ് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു 200. അതായത് പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ആവശ്യം ആയിട്ടുള്ളത് 2 നമ്പർ ഓഫ് പേഴ്സൺസ് ആവശ്യമാണ്. അതുപോലെ മാക്സിമം നമ്പറിന് ലിമിറ്റ് ഉണ്ട്. ഓൾറെഡി അത് 50 ആയിരുന്നു, 50ൽ നിന്ന് അത് 200 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര ആവശ്യമാണ്? മിനിമം 2 persons ആൻഡ് മാക്സിമം 200 ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു 200 ആൻഡ് ഡസ് നോട്ട് അലോ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. പ്രൈവറ്റ് കമ്പനി എന്ന് തന്നെയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ പ്രൈവറ്റിന് മാത്രമേ അത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ജനറൽ പബ്ലിക്കിന് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഡസ് നോട്ട് അലോ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് അല്ലെ ഡിബഞ്ചേഴ്സ് പബ്ലിക്കിന് ഫ്രീലി അല്ലെങ്കിൽ എന്താണ് അവൈലബിൾ അല്ല, ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ഇറ്റ് മസ്റ്റ് യൂസ് ദ വേർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് നെയിം. അതായത് ഏത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എടുത്താലും ആ ഒരു നെയിമിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി ആഡ് ചെയ്തിരിക്കും, പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ടൈമും കൂടി ആഡ് ചെയ്തിരിക്കും. അത് ഈസി ആയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കണ്ടീഷനോടെ വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്ന കമ്പനീസിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. മെയിനായിട്ടും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് ഓർത്തിരിക്കുക. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 1 lakh rupees. അതേപോലെ ബാക്കി പോയിൻറ്റ്സ്, ഇറ്റ് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മാക്സിമം ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം 200 ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസോ ഡിവഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ ഇറ്റ് മസ്റ്റ് യൂസ് ദ വേർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് നെയിം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് മെമ്പേഴ്സ് ഈസ് പബ്ലിക് കമ്പനി. അപ്പം മെമ്പേഴ്സിൻ്റെ ബേസിൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിയാണ്. എന്താണ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനീസാണ് പബ്ലിക് കമ്പനി എന്ന് പറയാം. എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ഇറ്റ് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 5 lakh rupees. അപ്പം മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ് കമ്പനീസിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്? പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ 1 lakh ആയിരുന്നു, പബ്ലിക് കമ്പനിയുടെ കേസിൽ 5 lakh rupees ആണ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അതേപോലെ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി യൂസസ് ദ വേർഡ്സ് ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് നെയിം. ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ടേമാണ് പേരിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു എന്ത് ടൈം ആഡ് ചെയ്യേണ്ടത്. അതേപോലെ മിനിമം ആൻഡ് മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് പബ്ലിക് കമ്പനിയുടെ കേസിൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോർമുലേറ്റ് എ പബ്ലിക് കമ്പനി ഈസ് 7. അതായത് ഫോർമേഷൻ ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യാൻ മിനിമം എത്ര ആളുകൾ വേണം? 7 persons ആവശ്യമാണ്. എന്നാൽ ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ്. മാക്സിമം ലിമിറ്റ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. സോ എത്ര നമ്പർ ഓഫ് പേഴ്സൺസിനെ വേണമെങ്കിലും ഒരു പബ്ലിക് കമ്പനിയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മെയിനായിട്ടുമുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. അതേപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഏറ്റവും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റാണ് OPC, 1 person കമ്പനി. 1 person കമ്പനി ആ ഒരു പേരിൽ തന്നെ പറയുന്നുണ്ട്, ഒരു പേഴ്സൺ ഓർ സിംഗിൾ പേഴ്സൺ ആണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആണ് 1 person കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻസ് 1 person company. 1 person company means a company which has only 1 person as a member. ആ പേര് പറയുന്നത് പോലെ ആ കമ്പനിയിൽ ഒരു സിംഗിൾ പേഴ്സൺ, ഒരു 1 person മാത്രമാണ് മെമ്പറായിട്ട് ഉള്ളത്, അല്ലെ ഷെയർ ഹോൾഡറായിട്ട് ഉള്ളത്.
സോ എ ന്യൂ കാറ്റഗറി ഓഫ് കമ്പനി ക്രിയേറ്റഡ് ബൈ ദ കമ്പനീസ് ആക്ട് 2013 ആണ് 1% കമ്പനി എന്ന് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 ഈ ഒരു OPC ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ OPCയുടെ മീനിങ് എന്താണ്? ഇറ്റ് മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 person ആസ് എ മെമ്പർ. ഒരു സിംഗിൾ ഒരു നാച്ചുറൽ പേഴ്സൺ ഓർ 1 മെമ്പർ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഒരു 1% കമ്പനി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്? അത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ തന്നെ ഒരു വേർഷനാണ് 1% കമ്പനി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ തന്നെ ഒരു ഫോമാണ് 1% കമ്പനി. അതുപോലെ മറ്റൊരു പോയിൻ്റാണ്, ദ മെമ്പർ ആൻഡ് നോമിനി ഹൗ ടു ബി എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. 1% കമ്പനിയിൽ ഒറ്റ മെമ്പറേ ഉള്ളൂ. മിനിമം ആൻഡ് മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് ആ സിംഗിൾ മെമ്പർ എന്ന് പറയുന്നതും, അതേപോലെ ഈ മെമ്പറിന് അല്ലെങ്കിൽ ഈ ഒരു ഷെയർ ഹോൾഡറിന് എന്തെങ്കിലും ഡെത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കമ്പനി കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ഒരു നോമിനേറ്റ് ചെയ്തിരിക്കും ആ ഒരു പേഴ്സണും. അപ്പോൾ ഷെയർ ഹോൾഡറും അതേപോലെ നോമിനേറ്റ് ചെയ്ത നോമിനിയും എന്തായിരിക്കണം? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള പാർട്ടീസ് ആയിരിക്കണം. അതാണ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. ദ മെമ്പർ ആൻഡ് നോമിനി ഹൗ ടു ബി എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള പാർട്ടീസിന് മാത്രമേ ഒരു 1% കമ്പനി ഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ മെമ്പറും OPC സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഷെയർ ഹോൾഡറും അതേപോലെ അയാൾ നോമിനേറ്റ് ചെയ്യുന്ന അയാളുടെ നോമിനിയും എന്തായിരിക്കണം? ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. ആർക്കാണ് ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നത്? ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് OPC സ്റ്റാറ്റസ് കിട്ടുന്നതാണ്. അതായത് ദ മെമ്പർ ആൻഡ് ദ നോമിനി ഹൗ ടു ബി സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ് ഓർ മോർ ഫോർ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ എപ്പോഴാണ് അസസ് ചെയ്യുന്നത്? അസസ്മെൻറ്റ് ചെയ്യേണ്ട തൊട്ട് മുന്നേ ഉള്ള പ്രീവിയസ് ഇയറിൽ മിനിമം 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത ആളാണെങ്കിൽ അയാൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കിട്ടും. അങ്ങനെയുള്ള പാർട്ടീസിന് മാത്രമേ 1% കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇമ്പോർട്ടൻ്റ് ആണ്, പുതിയ കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ പോയിൻറ്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 262 സബ്സെക്ഷൻ 62 ഈ ഒരു OPC ഡിഫൈൻ ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരം തന്നെ ഫോം ചെയ്യുന്നതാണ്. കമ്പനീസ് ആക്ട് 2013 തന്നെയാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നതും. അതേപോലെ ഒരു സിംഗിൾ മെമ്പർ അല്ലെങ്കിൽ സിംഗിൾ ഷെയർ ഹോൾഡർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു ടൈപ്പ് തന്നെയാണ്. അതേപോലെ ഒരു റെസിഡൻറ്റ് പേഴ്സണിന് മാത്രമേ 1% കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് റിക്വയർമെൻറ്റ്സ് ഫോർ രജിസ്റ്ററിങ് OPC ഇൻ കേരള. അതായത് ഒരു OPC രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മെയിനായിട്ടുമുള്ള അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മിനിമം കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡർ ഓർ 1 മെമ്പർ. ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു മെമ്പറേ ഉണ്ടാകാൻ പാടുള്ളൂ. അതേപോലെ 1 ഡയറക്ടർ. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു ഡയറക്ടർ വേണം. പക്ഷേ ഇവിടെ എന്താണ് കണ്ടീഷൻ? ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു മെമ്പറേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു ഡയറക്ടറെ ഉണ്ടാകാൻ പാടുള്ളൂ. 1 ഡയറക്ടർ. അതുകൊണ്ട് തന്നെ ആ 3rd കണ്ടീഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ദ സെയിം പേഴ്സൺ ക്യാൻ ആക്ട് ആസ് എ ഡയറക്ടർ ആൻഡ് ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ലെ മെമ്പർ, ഡയറക്ടർ എന്ന് പറയുന്നതെല്ലാം ഒരൊറ്റ സിംഗിൾ പേഴ്സണായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ദിസ് കമ്പനി സ്ട്രക്ചർ ക്യാൻ ഓൺലി ബി ഇൻകോർപ്പറേറ്റഡ് ബൈ എ നാച്ചുറൽ ആൻഡ് ഇന്ത്യൻ റെസിഡൻറ്റ് പേഴ്സൺ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ, ഇന്ത്യയിൽ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരാളിന് മാത്രമേ ഒരു നാച്ചുറൽ സിറ്റിസണിന് മാത്രമേ ഒരു OPC ഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എ നോമിനി ഡയറക്ടർ ടു ടേക്ക് അപ്പ് ദ ബിസിനസ് ഓഫ് OPC ഇൻ കേസ് എ സോൾ മെമ്പർ ഡൈസ്. ഇപ്പോൾ സോൾ മെമ്പറിന് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ പേഴ്സണ് എന്തെങ്കിലും ഡെത്തോ എല്ലാം സംഭവിച്ചാൽ അയാളെ നോമിനേറ്റ് ചെയ്ത ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും. അയാൾക്ക് എന്ത് ചെയ്യാം? OPC കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. OPCക്ക് ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, പെർപെച്വൽ സക്സഷൻ ഉള്ള ഒരു കമ്പനിയാണ് OPC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നോമിനേറ്റ് ചെയ്ത പേഴ്സൺ എന്ത് ചെയ്യാം? ആ ഒരു ബിസിനസ് ടേക്കപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ക്യാപിറ്റൽ അലൗഡ് ഈസ് 50 lakhs. അപ്പോൾ അതായത് മാക്സിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ OPC എന്ന് പറഞ്ഞാൽ 1% കമ്പനി എന്ന് പറയുന്നത് മാക്സിമം എത്ര ആകാൻ പാടുള്ളൂ? 50 lakhs. വൈൽ ദ ടേൺ ഓവർ മീൻസ് സെയിൽസ് എന്ന് പറയുന്നത് കനോട്ട് എക്സീഡ് ഫ്രം ₹2 crores. 2 crores കൂടുതലാകാനായിട്ട് പാടില്ല.
ടേൺ ഓവർ അല്ലെ സെയിൽസ് 2 crore കൂടുതലാകാൻ പാടില്ല. ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ നോട്ട് മോർ ദാൻ 50 lakhs ആകാനും പാടില്ല. അതേപോലെ ഒരു പോയിന്റ്, അഥവാ ഈ ഒരു പോയിന്റ് ലാസ്റ്റ് പറഞ്ഞ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ OPC എന്ന് പറയുന്ന സ്റ്റാറ്റസ് മാറി കമ്പനി പ്രൈവറ്റ് കമ്പനിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു പ്രൈവറ്റ് കമ്പനിയായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടതായിട്ടും വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. The requirements for registering OPC in Kerala: first one shareholder or one member, and there should be one director, and the same person can act as a director and shareholder of the company, and this company structure can only be incorporated by a natural person or an Indian resident person. Next one nominee director to take up the business of OPC in case a sole member dies. Last one, maximum paid up share capital allowed is 50 lakhs and the turnover or sales cannot exceed 2 crores rupees. In case the OPC ceases to comply with the last condition, it will be straightforwardly converted into a private limited company. ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഡയറക്റ്റ്ലി അത് എന്തായിട്ട് മാറും, അല്ലെങ്കിൽ എന്തായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും? OPC സ്റ്റാറ്റസ് പിന്നെ ആ കമ്പനിക്ക് കിട്ടത്തില്ല. പകരം ആ ഒരു കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് മാത്രം ഫങ്ഷൻ ചെയ്യേണ്ടതായിട്ടും വരും. ലാസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് OPC. അതായത് ഒരു OPC ഫോം ചെയ്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സാധാരണ ഒരു കമ്പനീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ OPCക്കും എന്ത് ഫീച്ചേഴ്സ് ഉണ്ട്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നൊരു ഫീച്ചേഴ്സ് ഉണ്ട്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫോർ ദ ബിസിനസ് ഫ്രം ഇറ്റ്സ് ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്, അങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇവിടെയും അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് OPC ആർ ലിമിറ്റഡ് ടു ദെയർ ഷെയർസ് ഓൺലി. അതേപോലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അപ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ്. ആ ഷെയർസിൻ്റെ വാല്യൂവിന് ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ദിസ് സ്ട്രക്ചർ എൻജോയ്സ് പെർപെക്ച്വൽ സക്സഷൻ. കമ്പനി എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അഥവാ കമ്പനിയുടെ ആ ഒരു സിംഗിൾ പേഴ്സണിന് ഒരു ഡെത്ത് സംഭവിച്ചാലും നോമിനി അല്ലെങ്കിൽ ഡയറക്ടറിന് അത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പ്രൊവിഷനുണ്ട്. സോ ദ കമ്പനി എൻജോയ്സ് പെർപെക്ച്വൽ സക്സഷൻ ഓർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ദ കമ്പനി ക്യാൻ എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ ദ ഡയറക്ടർ ഹാസ് പാസ്ഡ് അവേ. നെക്സ്റ്റ് ഇറ്റ് ഓഫേഴ്സ് ഈസ് ഓഫ് ഫോർമേഷൻ ആസ് കമ്പയർഡ് ടു അതർ കമ്പനി സ്ട്രക്ചേഴ്സ്. വേറെ കമ്പനി ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഫോർമേഷൻ വാസ് വെരി ഈസി. നെക്സ്റ്റ് ദ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് ഫോർ OPC ഈസ് വെരി ലോ ആസ് കമ്പയർഡ് ടു മെനി അതർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു OPC ഫോം ചെയ്യാൻ കംപ്ലയൻസസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ ഈസിയാണ്, വെരി ലോയുമാണ്. സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് OPC. നെക്സ്റ്റ് അഡ്വാൻറ്റേജസിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. മെയിനായിട്ടും എന്തൊക്കെ എക്സംഷൻസ് ആണോ OPCക്ക് കിട്ടുന്നത്, അതും അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് OPC ഈസ് എക്സംപ്റ്റഡ് ഫ്രം സ്ട്രിങ്ജൻറ്റ് ലീഗൽ കംപ്ലയൻസസ്. അതായത് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഒരു OPC ഫോം ചെയ്യാനായിട്ടില്ല. ജനറൽ മീറ്റിംഗ്സിൻ്റെ കാര്യത്തിൽ, ബോർഡ് മീറ്റിംഗ്സ്, അല്ലെങ്കിൽ ക്വാറം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഷുഡ് ബി അറ്റൻഡ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ മിനിമം എത്ര പേഴ്സൺസ് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അതൊന്നും ഫോളോ ചെയ്യണമെന്നില്ല. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസൊക്കെ കമ്പനി ഫോളോ ചെയ്യുന്നത് പോലെ ഒരു OPCക്ക് നിർബന്ധമില്ല. അതുപോലെ റൊട്ടേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്ററിനെ മാൻഡേറ്ററി ആയിട്ട് കമ്പൽസറി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 5 years കൂടുമ്പോൾ റൊട്ടേഷൻ കണ്ടക്ട് ചെയ്യണമെന്നൊക്കെ. ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും OPCക്ക് ബാധകമല്ല. അതൊരു സിംഗിൾ പേഴ്സൺ കണ്ടക്ട് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ. പിന്നെ അടുത്ത എക്സംഷൻ എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ ഡയറക്ടർ ദെൻ ദ ബോർഡ് മീറ്റിംഗ് മസ്റ്റ് ബി കണ്ടക്റ്റഡ്. അപ്പോൾ അതായത് ഒരു മോർ ദാൻ വൺ ഡയറക്ടറുള്ള കേസിൽ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും OPCയുടെ കാര്യത്തിൽ ബാധകമല്ല. കാരണം OPCക്ക് എന്താണ് മോർ ദാൻ വൺ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ CS കമ്പനി സെക്രട്ടറി ഈസ് ഓൾസോ നോട്ട് എസെൻഷ്യൽ ഫോർ ആൻ OPC. OPCയുടെ കേസിൽ ഒരു കമ്പനി സെക്രട്ടറി എന്ന് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. അതേപോലെ ആനുവൽ റിട്ടേൺ ഓഫ് ആൻ OPC ക്യാൻ ബി സൈൻഡ് ബൈ ഇറ്റ്സ് ഡയറക്ടർ ഇൻ കേസ് നോ കമ്പനി സെക്രട്ടറി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ്. അപ്പോൾ കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടറിന് തന്നെ എന്ത് ചെയ്യാം? ആനുവൽ റിട്ടേൺസ് ഒക്കെ സൈൻ ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഉണ്ട്. സോ ദീസ് ആർ ദ മെയിൻ എക്സംഷൻസ് ഫോർ OPC. അപ്പോൾ
കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഫോം ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന ഏറ്റവും പുതുതായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, കമ്പനിയുടെ കോൺസെപ്റ്റാണ് OPC എന്ന് പറയുന്നത്, 1 person കമ്പനി. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.